ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ICU നഴ്സിംഗ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 3 സെക്ഷനാണ്. ലാസ്റ്റ് 2 വീഡിയോസും കണ്ടവരിൽ എനിക്കൊരു കുറച്ച് കമൻസ് കിട്ടി. ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഐ വാസ് റിയലി ഹാപ്പി വിത്ത് ദാറ്റ്. ഇനിയും നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ലെറ്റ്സ് ഗോ സ്ട്രൈറ്റ് ഇൻ ടു ദ ക്വസ്റ്റ്യൻസ്. ICUയിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ ഇൻ്റർവ്യൂവിന് മോസ്റ്റ്ലി അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാൻ അന്ന് ശരിക്കും എനിക്കതിന് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഓൾറെഡി ടെൻസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയണേ എന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ല. എനിവേസ് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളും ചെയ്യുക. നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു റെക്കോർഡഡ് സെക്ഷൻ ആക്കുക. നിങ്ങൾക്ക് എന്തായാലും ടൈമും അതുപോലെ ഡേറ്റും ഒക്കെ നേരത്തെ അറിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളതൊരു റെക്കോർഡഡ് സെഷൻ ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അത് എന്താണ് നിങ്ങൾക്ക് അവിടെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിന് കിട്ടാണ്ടിരുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ്റർവ്യൂവിന് നിങ്ങളെങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാനും ഈ റെക്കോർഡഡ് സെക്ഷൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിരുന്നതൊക്കെ വെച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു ഫ്യൂ ക്വസ്റ്റ്യൻസ്, ഒരു 6 to 7 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഓസ്ട്രേലിയയിൽ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ഇൻ്റർവ്യൂസ് എല്ലാ പ്രൊഫഷണൽസിനോടും ചോദിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴും അവർ ചോദിക്കുന്ന ഒരു ഇതാണ്, അല്ലെങ്കിൽ വർക്ക് ആൻഡ് ഹെൽത്ത് സേഫ്റ്റി കൺസിഡറേഷൻ. വാട്ട് ഡു യു നോ അബൌട്ട് വർക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൺസിഡറേഷൻസ് എന്നവർ ചോദിക്കും. എന്താ ICU ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ സോ എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് യൂസ് ചെയ്യണം. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹാൻഡ് ഹൈജീൻ, അതുപോലെ മാസ്ക്, ഗ്ലൗസ്, ഗൗൺ ഒക്കെ വെച്ചിട്ട് PPEs എല്ലാം വിയർ ചെയ്യുക. അതുപോലെ വാക്സിനേഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് എടുക്കുക. ഇതൊക്കെയാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൺസിഡറേഷൻസിൽ അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ they will be satisfied. Okay. In our medical field, we need to take care of different types of patient, different kinds of patient, and that there may be some of them are agitated, some of them are like having some mental disorders, some of them are with on sedation while the poor GCS. At that time we need to know how to tackle them. We need to know how to manage such kind of a patients before getting a chance to take care of them. And second and foremost thing is the standard precautions. We need to be properly maintain the hand hygiene in order to prevent such infections to the patients. Otherwise, personal protective equipments, our standard precautions, that will also help them to balance this work and health safety എന്ന് നമുക്ക് പറയാം. Okay, and you can add on that we need like as a nurse we need to be physically and mentally healthy in order to take care of a patient. ഇതൊക്കെ വെച്ചിട്ട് സമ്മറൈസ് ചെയ്ത് നിങ്ങളൊരു ആൻസർ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്കതിന് നല്ല അടിപൊളിയായിട്ട് ആൻസർ പറയാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഓൾ ദ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആൻഡ് വാട്ട് ആർ ഓൾ ദ സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻ നഴ്സിംഗ് പ്രാക്ടീസ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൽ നമുക്ക് ഹാൻഡ് ഹൈജീൻ, വാക്സിനേഷൻ, അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് ഒക്കെ നമുക്ക് പറയാം. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഹാൻഡ് ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണം. ഈവൻ അത് ഓസ്ട്രേലിയ ആണെങ്കിലും UK ആണെങ്കിലും ഇന്ത്യ ആണെങ്കിൽ പോലും എവിടെ ഇൻ്റർവ്യൂവിന് നമ്മൾ ചോദിക്കുമ്പോഴും സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് ഹാൻഡ് ഹൈജീൻ. അതുപോലെ വാക്സിനേഷൻ, ദേ മേ ചാൻസ് ഓഫ് ലൈക്ക് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ ആൻസർ. സോ ലെറ്റ്സ് മൂവ് ടു തേർഡ് ക്വസ്റ്റ്യൻ. ഇഫ് ദ പേഷ്യൻറ്റ് റിഫ്യൂസ്ഡ് അവർ കെയർ ഫ്രം എ നഴ്സ്, വാട്ട് യു വിൽ ഡു? എന്തായിരിക്കും? ഇപ്പം നോർമലി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പേഷ്യൻറ്റ് റിഫ്യൂസ്ഡ് കെയർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചിലവർ ബിക്കോസ് ഓഫ് മേ ബി മെനി റീസൺസ്. അതിൽ കൂടുതലും നമ്മൾ നേഴ്സസ് കൂടുതൽ ഇൻട്രാക്റ്റീവ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ കൂടെയുള്ള ആ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അവരെ എങ്ങനെ ആ ഒരു എൻവയോൺമെൻറ്റ് പീസ്ഫുള്ളായിട്ട്, അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റ് കുറച്ച് എന്താ പറയുക ഫേവറബിളായിട്ട് കൊണ്ടുപോകുന്നു. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പേഷ്യൻസിൻ്റെ ഒരു മൂഡ് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇഫ് ദ പേഷ്യൻറ്റ് റിഫ്യൂസ്ഡ് അവർ കെയർ, വാട്ട് യു വിൽ ഡു? അപ്പോൾ നമ്മളുടെ കെയർ അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുക്കാൻ പോകുമ്പോൾ പേഷ്യൻറ്റ് വേണ്ടെന്ന് പറയുവാണ്, റിഫ്യൂസ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇഫ് someone asks me a question like that, I would answer like this. Okay, if my patient is refusing my care, actually first of all I won't let them to argue with me, or I won't
compel you to do something, because everyone have their own rights to refuse. Even our rights of medication, they have a specific right to refuse as well. So we need to respect the patient wishes at that time. Don't need to compel them or anything. Instead of that, we need to explain why I'm giving this medication, what are the effects which he can develop if he is not having that medicine. We need to inform that to the doctor as well. Okay, ഇതായിരിക്കണം അതിൻ്റെ ഒരു ആൻസർ. സോ ദിസ് ഈസ് എ തേർഡ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, if our neighboring staff ignoring high peak pressure alarm, what you will do? This is completely for an ICU staff. Okay, നമ്മളിപ്പം ഒരു ബെയിൽ 2 പേഷ്യൻസ് ഉണ്ട് and both of them are in ventilator. Okay, patient ventilator alarm അടിച്ചുകൊണ്ടിരിക്കുന്നു and they were ignoring that alarm. And what you will do at that stage? Okay, first of all, what you will do, നമ്മളുടെ പേഷ്യൻറ്റിനെ ആ സമയത്ത് വിട്ടിട്ട് പോവാൻ സേഫ് ആണോ എന്നുള്ള കാര്യം അസസ് ചെയ്യണം. ഓക്കെ, ആൻഡ് സെക്കൻഡ് തിങ്, they could able to shout them that like there is some alarm on the ventilator, please come and look on it എന്ന് പറയാം. and if they are still ignoring that, first and foremost thing, what is that? Safety of the patient. high peak pressure alarm എന്തുകൊണ്ട് വരാം? അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ്, ഈവൻ ഒരു സക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് ഹൈ പീക്ക് പ്രഷർ അലാം നമ്മൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുന്നതുകൊണ്ടോ എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ ആ ഒരു ട്യൂബിങ്ങിൽ വെള്ളം കിടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ, വാട്ടർ ഇൻ ദാറ്റ് സർക്യൂട്ട്, എനിത്തിങ് ക്യാൻ കോസ് ഹൈ പീക്ക് പ്രഷർ അലാം. ചില കേസിൽ പേഷ്യൻറ്റിൻ്റെ പീക്ക് പ്രഷർ അലാമിൻ്റെ അലാം ലിമിറ്റ്സ് ചേഞ്ച് ചെയ്താലും മതിയാവും. അപ്പോൾ സോ വി നീഡ് ടു ലുക്ക് അബൌട്ട് ദാറ്റ്, what happens to that, make that alarm from that machine. Okay, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പം ഫസ്റ്റ് നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിനെ ഇട്ടിട്ട് പോകുന്നുള്ള ഒരു ആൻസർ അവിടെ കൊടുക്കരുത്. നമ്മളുടെ പേഷ്യൻറ്റിനെ സേഫായിട്ട് വെക്കുന്നുണ്ടെന്നും ആ സെയിം ടൈമിൽ നമ്മൾ അവിടെ പോകുന്നു, പേഷ്യൻ്റ് വെൻറ്റിലേറ്റർ നോക്കുന്നു, പേഷ്യൻ്റ് സേഫാണോ നോക്കുന്നു, ഒരു സക്ഷൻ ചെയ്യുന്നു, പീക്ക് പ്രഷർ അലാം ലിമിറ്റ് സെറ്റ് ചെയ്യുന്നു, ആൻഡ് മേക്ക് ദ പേഷ്യൻറ്റ് സേഫ്. Tell the neighboring staff, if it is a junior or senior or whoever it may be, just tell them can cause severe hypoxia to the patient. അല്ലേ, വെന്റിലേഷൻ പ്രോപ്പറായിട്ട് ആവുന്നില്ലെങ്കിൽ they can cause many problems. They should know that. അപ്പോൾ നമ്മൾ പറയാം, പ്ലീസ് don't ignore this kind of alarm, this was the thing happened and I solved it, okay എന്ന് പറയാം. and don't let them, ഇവിടെ ഒരു ക്വാറൽ ഉണ്ടാവരുത്. സോ നെയ്ബറിങ് സ്റ്റാഫിനോട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ ഇങ്ങനെ ഈ സമയത്ത് അത് നല്ല ടൈംലി റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം എന്നുള്ള ഒരു കാര്യം കൂടി അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. ഇത് ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ ആൻസർ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ് ഇൻ്റർവ്യൂവേഴ്സിന് എന്താണ് ആവശ്യം എന്നറിയാം, എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത്. അവർ പല കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതിൽ പല കാര്യങ്ങൾ ചിന്തിക്കും. ആൻഡ് നിങ്ങളുടെ ആ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന രീതി എപ്പോഴും അവർക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു കഥ പോലെ പറയണം എന്നൊക്കെ അവർ പറയണേ. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വിച്ച് ഐ ചൂസ് ഇസ് ദാറ്റ് what are the new project initiated and how much it worked? If you have you initiated any new project in your ICU and how would it work എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നോ സോറി ആക്ച്വലി ഐ ഹാവൻ ഇനീഷ്യേറ്റഡ് എനിത്തിങ് ഇൻ അവർ ICU, ഐ വാസ് ജസ്റ്റ് ഗോയിങ് ഓൺ വിത്ത് ദാറ്റ് ഫ്ലോ എന്നുള്ളൊരു ആൻസർ അല്ല വേണ്ടേ. നമ്മൾ പ്രൊജക്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കേ. വി ഷുഡ് ഹാവ് സം പ്ലാൻ ലൈക്ക് ഹൗ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഞാൻ പേഷ്യൻ്റൊക്കെ പ്രഷർ ഇഞ്ചുറീസ് ഒക്കെ വരുന്നത് കണ്ടിട്ട് ഐ വാസ് ലിറ്ററലി നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. സോ ഐ get into the tissue viability team of in our ICU. എന്ന് വെച്ചാൽ TVN എന്ന് പറയുന്ന ടിഷ്യൂ വയബിലിറ്റി ടീം എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു എന്നും അതിനുശേഷം അവരുടെ കൂടി എല്ലാം പഠിച്ച് ഓരോ ടൈമിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫിന് ആവശ്യം വരുമ്പം നമ്മളുടെ TVN ടീമിലെ ഒരാൾ പോയി അവരെ ഹെൽപ്പ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ ഡ്രസ്സിങ് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുക. ഓക്കെ, അങ്ങനെ ത്രൂ ഔട്ട് ആ ICUയിലുള്ള ഓരോ നഴ്സസും ഹൗ ടു കെയർ സച്ച് കൈൻഡ് ഓഫ് വൂണ്ട് എന്നുള്ളത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാനൊരു ആൻസറായിട്ട് പറഞ്ഞത്. 6th ക്വസ്റ്റ്യൻ, ക്വാളിറ്റീസ് ഓഫ് എ നഴ്സ്. ക്വാളിറ്റീസ് ഓഫ് എ നഴ്സ് എന്ന് പറയുമ്പോൾ വി ഹാവ് അവരുദ്ദേശിക്കുന്ന ക്വാളിറ്റീസ് എന്ന് പറയുന്നത്
അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അവരുടെ സ്റ്റാഫ് നഴ്സ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവർക്ക് കുറച്ച് പെർട്ടിക്കുലറായിട്ട് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാവും. വാട്ട് ഓൾ തിങ്സ് ദ നേഴ്സ് നീഡഡ്, അല്ലെങ്കിൽ ഒരു 6 വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നേഴ്സിൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് പറയണം എന്തായാലും നിർബന്ധമായിട്ട്. ഒരു നേഴ്സ് ഷുഡ് ബി ഓൾവേസ് എംപതറ്റിക് ടു ദ പേഷ്യൻസ്, അല്ലേ? എംപതി എന്ന് പറയുന്ന ഒരു പോയിൻറ്റ് നമ്മൾ നഴ്സിംഗ് കോളേജിൽ പഠിച്ചപ്പോൾ തൊട്ട് പറയുന്നതാണ്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ക്വാളിറ്റീസിൽ അവരുടെ അടുത്ത് പറയാം. Like we need to be honest, punctual, hardworking, dedicated, compassion, do have good communication, kindness. Then what are things we can add on qualities of a nurse? എന്തൊക്കെ ആഡ്? എന്താ പറയുക, സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം, പേഷ്യൻറ്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അങ്ങനെയുള്ള പോയിൻറ്റ്സുകളൊക്കെ ആഡ് ഓൺ ചെയ്താണ് ക്വാളിറ്റീസ് ഓഫ് എ നഴ്സ് പറയേണ്ടത്. ഇഫ് യു ആർ അൺഹാപ്പി വിത്ത് എ thing in the ICU, what you did? Okay, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ഞാനൊന്ന് ചിന്തിച്ചു എന്ത് കാര്യമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്, എന്തിനെ പറ്റിയായിരിക്കും. നിങ്ങൾ ഒരു കാര്യത്തിൽ ICU നടന്ന ഒരു കാര്യത്തിൽ നമ്മൾ അൺഹാപ്പിയാണ്, ബട്ട് വി നീഡ് ടു ലൈക്ക് ഗോ വിത്ത് ദാറ്റ് ഫ്ലോ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ നിന്നു. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഒരു ICUവിൽ വിസിറ്റേഴ്സൊക്കെ വരുമ്പം വിസിറ്റേഴ്സൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാൻ്റെ അകത്ത് കയറി വരുന്ന ഒരു ടൈമുണ്ട്. അപ്പം നമ്മൾ മേ ബി പേഷ്യൻ്റെ കെയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ഈവൻ അവരുടെ വിസിറ്റേഴ്സ് ടൈമിലാണെന്നും പറഞ്ഞിട്ട് അവർ സിംപ്ലി ദേ വിൽ റഷ് ഇൻ ടു ദ ICU ആൻഡ് ദാറ്റ് ക്യാൻ ഇൻട്രപ്റ്റ് അവർ കെയർ ടു ദ പേഷ്യൻസ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവർ കയറി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു കാണും, ഐ ഇൻഫോം ദ ലൈൻ മാനേജർ ആൻഡ് ഐ വാസ് ലൈക്ക് എന്താ പറയുക, നമ്മൾ പേഷ്യൻ്റ് ഇങ്ങനത്തെ ഒരു പോളിസിയും കൂടെ പുതുതായിട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ ആ സ്റ്റാഫിന് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് വിസിറ്റേഴ്സിനെ അലൗ ചെയ്യാവുള്ളൂ. ആൻഡ് ഇഫ് ദേ ആർ എന്താ പറയുക റഷിങ് ടു ദ ICU, വിസിറ്റേഴ്സ് എല്ലാവരും കൂടെ ഒരുപാട് പേര് കൂടിയിട്ട് ഒരു ICUയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഫിന് മാനേജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മളിതെല്ലാം ചെന്നിട്ട് ലൈൻ മാനേജറിനെ ഇൻഫോം ചെയ്തുവെന്നും അതിനുശേഷം അറ്റ് എ ടൈം 2 വിസിറ്റേഴ്സ് ആണ് അലൗഡ് ഉള്ളൂ എന്നുള്ള ഒരു പോളിസി കൂടി ആ ഹോസ്പിറ്റലിൽ ഇനിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ശരിക്കും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ലായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ബട്ട് ഇഫ് നിങ്ങൾക്ക് വേറെ ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, വേറൊരു ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. ഇഫ് യു ആർ അൺഹാപ്പി വിത്ത് സംതിങ് വിച്ച് ഈസ് ഹാപ്പൻഡ് ഇൻ ദ ICU, വാട്ട് യു വിൽ ഡിഡ് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസിറ്റേഴ്സ് റഷ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ആ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു 7 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൽ 7 ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇന്ന് തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ഓരോ ആൻസർ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടേതായ രീതിയിലൊരു ആൻസർ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പം ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 3 ICU ഓർ വാർഡ് നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിക്കുന്നു. പാർട്ട് 4ന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് പറയാൻ പറ്റിയാൽ ദാറ്റ് ഈസ് ഇനഫ് ഫോർ മീ. യെസ്, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. സീ യു. ബൈ.